നമസ്കാരം. ആലുവയിലുള്ള സംഭവത്തിൽ പിതൃ സഹോദരനും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ നിങ്ങൾ കണ്ടു കാണും. മീഡിയയുടെ മുമ്പിൽ വന്ന് ഭയങ്കര പ്രകടനായിരുന്നു. കരയുന്നു, തളർന്നു വീഴുന്നു. എന്തൊരു അഭിനയം, എന്തൊരു കള്ളനാവൻ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് ഇത്രയും വലിയ ദ്രോഹമൊക്കെ ചെയ്യേ. എന്തുമാത്രം വേദന സഹിച്ചാണ് ആ കുഞ്ഞൊക്കെ എന്ത് ചെയ്തിട്ടാ? സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ലോകം എന്താന്ന് പോലും അറിയാനുള്ള തിരിച്ചറിവുള്ള പ്രായമായിട്ടില്ല ആ കുട്ടിക്ക്. നമ്മുടെ നാട്ടിലെ നിയമമാണ് മാറ്റേണ്ടത്. അതുകൊണ്ടല്ലേ ഇവന്മാരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. ഇവന്റെ ഒരു കരച്ചിലും പ്രകടനവും ഉണ്ട്. അത് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. കണ്ടില്ലേ എന്താ പറയ ഇവനൊക്കെ. എന്നിട്ട് മീഡിയന്റെ മുമ്പിൽ വന്ന് കിടന്ന് കരയുക. ഒരു മീഡിയ പോലും ഇവന്റെ പേരോ നാളോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്തിനാ ഇവനൊക്കെ മറച്ചു വെക്കേണ്ട ആവശ്യം? പുറം ലോകം അറിയട്ടെ അമ്മാതിരി ചെറ്റത്തരല്ലേ ഇവനൊക്കെ ചെയ്തിരിക്കുന്നത്. എൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കൂടുതൽ ടൈമും ഇവന്റെ കൂടെയെന്ന്. ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കുന്ന കൊച്ചനെ. വേറൊരു വാർത്തയുണ്ട്, സന്ധ്യന്റെ അമ്മേന്റെ. അതും കൂടി നമുക്കൊന്ന് കാണാം. അങ്ങനെയുള്ള ഇതിലൊക്കെ പോകുന്ന നമുക്ക് അറിയാൻ പറ്റൂല. ഭയങ്കര സ്നേഹമാണ്. ഒരിക്കലും അങ്ങനെ നമുക്ക് തോന്നൂല. അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ സ്നേഹങ്ങളൊക്കെ കാണുമ്പോൾ. മരുമോൻ തിരുവനന്തപുരത്ത് എന്തോ ജോലിക്ക് പോയിട്ടുണ്ടായി ആൾക്കാർ കൂടി. അപ്പോൾ പോയപ്പോൾ കൂട്ട് കിടക്കാൻ ഇവൻ പോയി കിടന്നെന്ന് പറഞ്ഞു. അവിടെ അപ്പുറത്ത് തറവാട്ടിൽ, അവൻ്റെ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിൽ, മോള് താമസിക്കുന്ന വീട്ടിലേ 1-2 ആഴ്ച കൂട്ട് കിടക്കാൻ പോയിട്ടുണ്ടായി. അപ്പം എന്നോട് മോള് പറഞ്ഞ് ഇവൻ വന്ന അമ്മ കൂട്ട് കിടക്കണേന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മൂത്തവള് പറഞ്ഞു അവൻ പോയി കിടക്കണേ എന്താന്ന് ചോദിച്ചു. വന്ന് കിടക്കുമെന്ന് പറഞ്ഞു. മോള് മുറി അടിച്ചപ്പോൾ അതിൻ്റെ അകത്താണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും പോക്കില്ലാത്തൊരു വഴി ദൂരം കാരണേ. രാത്രി സമയത്ത് കൂട്ട് കിടക്കാൻ പോവായിരുന്നു എന്ന് എന്ത് തോന്നിവാസല്ലേ. അവൾക്കും ഉണ്ടാവും ഇതിൽ പങ്ക്. ഈ 2025 അങ്ങ് തുടങ്ങിയതോടുകൂടി എന്തൊക്കെ സംഭവങ്ങളല്ലേ ഇതുപോലുള്ളത് നമ്മൾ കേട്ടത്. പ്പെടുത്തിയ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് അച്ഛന്റെ അടുത്ത ബന്ധു സമ്മതിച്ചു. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലായിരുന്നു കുറ്റസമ്മതം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ലിഡിയ, എന്തായാലും ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഈ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ്. അത് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധു തന്നെയാണ് പീഡനത്തിനിരയാക്കിയതെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ ബന്ധു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ വഴിത്തിരിവുണ്ടാവാവുന്ന നിർണായക വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇനിയും ഒരുപാട് വിവരങ്ങൾ ഈ അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകൾക്ക് ഇതറിയാമായിരുന്നു. ഈ കൊലപാതകം നടത്തിയത് അമ്മ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീണ്ടും സംശയം ഉയരുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ പങ്കുവെക്കാം? 2-3 പോസിബിലിറ്റീസ് ഉണ്ട്. മേ ബി കുട്ടി ഇതെല്ലാം അമ്മേനോട് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചെയ്തത്, നമുക്കറിയില്ല. ചിലപ്പോൾ രണ്ടാളും കരുതിക്കൂട്ടി ചെയ്തു ആവാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പറയുമ്പം തന്നെ, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്.